നാളെ അല്ലാഹുവിന്റെ സുന്ദര സ്വർഗത്തിലേക്ക് തഖ്വയുള്ളവർ കടന്നു പോകുന്ന രംഗമുണ്ട്. തഖ്വയുള്ളവർ മരണപ്പെടുമ്പോഴും ആ ആഘോഷത്തോടെ സ്വീകരിക്കാൻ ആ സ്വർഗീയ കാഴ്ചക്കാര് കടന്നു വരുമെന്നാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ റമളാനിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്തിനെന്ന് 1000 വട്ടം ചോദിച്ചാലും ഒരേ ഒരു ഉത്തരമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയാനുള്ളത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കാൻ വേണ്ടിയാണ്. നോമ്പ് നോറ്റ് നമ്മൾ തഖ്വയുള്ളവരായി ആ ചാർജിൽ 3-4 മാസം നമ്മളെ വണ്ടി ഓടുന്നില്ലേ? നമ്മൾ ഈ തഖ്വയെ മുറുകെ പിടിക്കണം. എത്ര സുന്ദരമായിരിക്കും ഒരു ഈമാനുള്ള മനുഷ്യൻ്റെ ജീവിതം. ഫസാദ് മീവത്തും പറയുന്നില്ല, ഹറാമായ സമ്പാദ്യമില്ല, കച്ചവടത്തിൽ നേറും നെരിയും, എല്ലാം കറക്റ്റ്, അങ്ങനെ തന്നെ നേരും നെറിയും, എല്ലാ കാര്യത്തിലും ഹക്ക്. തഹജ്ജുദ് നിസ്കരിക്കുന്നു, ളുഹാ നിസ്കരിക്കുന്നു, നേരത്തെ ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, നേരത്തെ എഴുന്നേൽക്കുന്നു, മക്കൾ ദീൻ പഠിക്കുന്നു, ഭാര്യ നിസ്കരിക്കുന്നു. എന്തൊരു രസമാണ് ആ കുടുംബജീവിതം. ആ കുടുംബത്തിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്കാണ് മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് പോവുക. പരിഭവങ്ങളില്ലാത്ത ഖബർ, പരാധീനതകളില്ലാത്ത ഖബർ, ഞെരുക്കമില്ലാത്ത ഇടുക്കമില്ലാത്ത ഖബർ ആ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് കിട്ടുന്നത്. നോമ്പ് നമുക്ക് തഖ്വ ഉണ്ടാക്കാൻ വേണ്ടി തന്നതാ. നമ്മുടെ നോമ്പെന്താ? നോമ്പിൻ്റെ അവസ്ഥ എന്താണ്? സഹോദരിമാരൊക്കെ റമളാനിൽ തറാവീഹ് കഴിഞ്ഞു പോയാൽ രാത്രി പോകുന്നത് കണ്ടാൽ ബദർ യുദ്ധം കഴിഞ്ഞ് പോണ പോലെ മാക്സിയൊക്കെ മടക്കി തലയെ കുത്തി റോഡിലൂടെ അങ്ങനെ തറാവീഹിന് അപ്പുറത്തെ വീട്ടിൽ പോകുന്ന പറഞ്ഞ ക്ഷീണാണ്. 20 റക്അത്ത് അത്രയ്ക്കുമേൽ നമ്മൾ അരമണിക്കൂർ കൊണ്ട് മലമറിക്കുന്നു എന്നാണ് തോന്നൽ. ഒന്നുമല്ല. തറാവീഹ് റമളാനിൻ്റെ ഒരു അമല് മാത്രമാണ്, ഒന്നും ആയിട്ടില്ല. റമളാനിൽ പകലും രാത്രിയും അല്ലാഹു കൊടുക്കാനുള്ളതാണ്. രാത്രിയിലെ ചുരുങ്ങിയ സമയം പടച്ചവന് കൊടുത്താൽ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മരണപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ സന്തോഷ സമ്മാനം കിട്ടാൻ അൽ ഇജ്തിഹാദു ഫിൽ ഇബാദത്തി, ഇബാദത്തിൽ നിങ്ങൾ ത്യാഗം ചെയ്യണമെന്നാണ്. ഇബാദത്തിൽ ഒരു ത്യാഗം. നമ്മൾ ഇബാദത്തിൽ ത്യാഗം ചെയ്യുന്നുണ്ടോ? കാല് വേദനിച്ചിട്ട് നമ്മൾ നിസ്കരിക്കുന്നത് എങ്ങനെയാ? ഇന്ന് പള്ളിക്കകത്ത് കയറിയാൽ ആദ്യം ഉള്ളത് 50 കസേരയാണ് എല്ലാ പള്ളിയിലും. പള്ളിയിലെ ഉദ്ഘാടനത്തിൻ്റെ ഒന്ന് പുതിയ കസേരയാണ് ഇറക്കുക, 100 കസേര ആദ്യം ഇറക്കുക, ആദ്യത്തെ സഫ് നിറച്ച് കസേര. അത്രമാത്രം പ്രശ്നം നമുക്കുണ്ടോ? നമ്മൾ ആലോചിക്ക്. നമുക്ക് ത്യാഗം സഹിച്ച് നിന്ന് നിസ്കരിക്കാൻ പറ്റണം. തീരെ നിവർത്തിയില്ലെങ്കിലാണ്, ചെറിയ ഒരു വേദന വരുമ്പോഴത്തേക്ക് കസേരയായി. പള്ളിക്കകത്ത് കസേര ഇരുന്ന് ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ, ഖുതുബ കേൾക്കാൻ നല്ല രസമാണ്. അത് ഒരു ദിവസം ഇരുന്ന് നോക്കിയാൽ മതി, പിന്നെ അതിൽ നിന്ന് മാറാൻ തോന്നില്ല. പക്ഷെ അള്ളാഹുവിനോടാണ് നമ്മൾ ഈ പൊറുതിക്കേട് കാണിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് ത്യാഗം ഇബാദത്തിലെ ത്യാഗം. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇബാദത്തിലെ ത്യാഗം ചെയ്തവർ മരിക്കുമ്പോൾ ചിരിക്കുമെന്നാണ്. ഇബാദത്തിൽ ത്യാഗം ചെയ്തവർ മരിക്കുമ്പോൾ ചിരിക്കും, ഒരു കഷ്ടപ്പാടുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ മക്കത്ത് പോവാണ്. മക്കത്ത് പോയാൽ ഭക്ഷണം പോരാ, അമീർ പോരാ, ഉംറ പോരാ. ഒരു ഉംറ ചെയ്തിട്ട് പിന്നെ കാല് നീരായി, വേദനയായി, ഇനി എനിക്ക് പറ്റൂല, മദീനത്ത് പോയാൽ ഒന്നിനും പറ്റൂല. അങ്ങനെ ഭാരം ചുമന്ന് നടക്കാണ്, ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഭാരം ചുമന്ന് നടക്കാണ്. 17 ഉംറ ചെയ്ത സഹോദരനെ എനിക്കറിയാം. അത്ര ത്യാഗം ചെയ്ത് ശരീരത്തെ കഷ്ടപ്പെടുത്തണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് 17 ഉംറ ചെയ്ത് തുട പൊട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയാണ്, ഇനി ഒരു പക്ഷേ എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിലോ ഉസ്താദെ, കിട്ടിയൊരു അവസരമല്ലേ, ഈ പരിശുദ്ധ മക്കയും മദീനയും ഈ ബാങ്കും ഈ ഖിറാഅത്തും ഈ നാടും ഈ നഗരിയും ഈ സംസവും, ഇനി എൻ്റെ ജീവിതത്തിൽ ഏത് കാലത്ത് വരാൻ പറ്റും? അതുകൊണ്ട് ഇപ്പം നടക്കുന്നതല്ലേ, ഈ നടത്ത ജീവിതത്തിൽ കിട്ടുന്ന ഭാഗ്യമല്ലേ, അങ്ങോട്ട് നടന്നോട്ടെ. തിരക്കിലും മഴയിലും വെയിലത്തും ഒക്കെ നടന്ന് സഅയും തവാഫും ഒക്കെ ചെയ്ത് അദ്ദേഹം പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് ത്യാഗം നമ്മൾ കൊടുക്കൂല. എപ്പോഴും ഇങ്ങനെ സുഖം, സന്തോഷം, ആനന്ദം. എല്ലാ പള്ളികളും AC, എല്ലാ പള്ളിയിലെ ഇമാമിങ്ങളും ഭയങ്കര ഖിറാഅത്തുള്ള ഇമാമിങ്ങളും മതി കമ്മിറ്റിക്കാർക്ക്. എവിടെയെങ്കിലും ഉംറയ്ക്ക് പോവും, ആരെങ്കിലും കൊണ്ടുപോകണം ഉംറയ്ക്ക് പോവും, മക്കത്തും മദീനത്തും പോയി ഖിറാഅത്ത് കേൾക്കും, നേരെ തിരിച്ചു വന്നിട്ട് പള്ളിയിലെ ഇമാമിനെ അങ്ങ് മാറ്റും. സെക്രട്ടറി ഒരിക്കലും ഉംറയ്ക്ക് കൊണ്ടുപോകാൻ പാടില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ വന്നവിടെ ഇമാമിനെ മാറ്റും. ഇമാമിൻ്റെ ഓതൽ ശരിയല്ല, ഖുതുബ ശരിയല്ല, ഒക്കെ പ്രശ്നമാണ്, അതൊക്കെ ഹറമിലാണ്, അടിപൊളിയാണെന്ന് പറയും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇങ്ങനെ AC വേണം, സുഖം വേണം. ഇവിടെതായി ഇപ്പോൾ 3-4 AC ഓഫറായിട്ടുണ്ട് പള്ളിയിൽ. ഞാൻ പറയുന്നത് AC ഓഫറാവുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോ മാസം കറണ്ട് ബില്ലും കൂടെ ഓഫറാക്കണം. ഭയങ്കര കറണ്ട് ബില്ലാണ് വരുന്നത്, അതും കൂടെ ഓഫർ ചെയ്യണം. അങ്ങനെ ഓഫറാക്കണം. കാരണം എന്താ, അല്ലെങ്കിൽ നമ്മൾ നിന്ന് പോകില്ല. 5 വക്കത്തും ഇങ്ങനെ AC ഇടുമ്പോൾ ഇനിയിപ്പോൾ റമദാൻ വരുമ്പോൾ ഫുൾ ഇടേണ്ടി വരും. ഞാൻ പറയുന്നത് AC ഹറാമാണ്, സുഖം ഹറാമാണെന്നൊന്നുമല്ല. നമുക്ക് അതൊക്കെ മതി. നമ്മളതൊക്കെ എല്ലാ സ്ഥലത്തും നമ്മളതൊക്കെ സംവിധാനിക്കുന്നുണ്ട്. പക്ഷേ അത് മതി എന്ന് നമ്മൾ ചിന്തിക്കും. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാൽ, ഒന്ന് കറണ്ട് പോയാൽ, ഒന്ന് മെഴുകുതിരി വെളിച്ചത്തിരിക്കേണ്ടി വന്നാൽ ഇരിക്കേണ്ടി വരും. ഈ കണക്കിന് പോയാൽ
നമ്മുടെ രാജ്യം മൊത്തം മെഴുകുതിരി വെളിച്ചത്തിരിക്കേണ്ടി വരും. ഈ ത്യാഗം നമ്മൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. നമ്മൾ എന്ത് ത്യാഗമാണ് സഹിക്കുന്നത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിശന്നിട്ട് മുട്ടുവയറ്റിലേക്ക് മടക്കി വെച്ച് കിടക്കുന്ന കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ ഈ കിടക്കുന്നത്? മക്കത്തെ റാണിയല്ലേ നബിയേ? മക്കയിലെ രാജാത്തിയല്ലേ ഹബീബേ? അങ്ങയുടെ ഭാര്യയായി പോയതുകൊണ്ട്, അങ്ങയുടെ സഹധർമ്മിണിയായി പോയതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുകയാണല്ലോ ഹബീബേ. അതൊരു ത്യാഗമായിരുന്നു പെങ്ങളെ. അതുകൊണ്ടാണ് കഫംപുടവ തികയാതെ മരണപ്പെട്ടു പോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാതിൽ വന്നിട്ട് ആരംഭപ്പൂ മന്ത്രിച്ചു കൊടുത്തത്, പ്രിയപ്പെട്ട ഖദീജ, സങ്കടപ്പെടണ്ട, അല്ലാഹു കൊണ്ട സ്വർഗത്തിൽ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച കുപ്പായമുള്ള കൊട്ടാരമാണ്, കുബ്ബയുള്ള കൊട്ടാരമാണ് അല്ലാഹു നിനക്ക് വേണ്ടി മാറ്റിവെച്ച് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒന്ന് പരിശ്രമിക്കാം. ഈ ശഅബാനിന്റെ രാത്രിയിൽ ഒരു തീരുമാനമെടുക്കാം. ഇനി ഇവിടെ നിന്നങ്ങോട്ട് പ്രവാചക പുങ്കവരുടെ പരിമളം പരത്തുന്ന വഴിയോരങ്ങളിലൂടെ അല്ലാതെ, അല്ലാഹുവിന്റെ തഖ്വ ജനിപ്പിക്കുന്ന ഇടവഴികളിലൂടെയല്ലാതെ എന്റെ വർത്തമാനമില്ല, എന്റെ സഞ്ചാരമില്ല, എന്റെ നോട്ടമില്ല, എന്റെ കേൾവിയില്ല. അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ മരിക്കാനുള്ള പരിശ്രമമാണെന്ന് തീരുമാനിക്കുക. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് ലിഖദരി ഹാജത്തിക്കും ഇലൈഹി, അല്ലാഹുവിനോട് നിനക്ക് എന്താവശ്യമാണോ ഉള്ളത് അതനുസരിച്ചുള്ള ഇബാദത്ത് അവൻ ചെയ്തു വെക്കണം. അതനുസരിച്ചുള്ള ഇബാദത്ത് അവൻ ചെയ്തു വെക്കണം.